السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي شهدت نظام الكائنات بوجوب وجوده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه وأهل بيته وعترته وعلماء ملته وأولياء أمته إلى يوم القيامة. പ്രസിദ്ധ മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യന്മാരെ നാശത്തുക്ക് കാരണമാവണമെങ്കിൽ 3 കാര്യങ്ങൾ ഹദീസിൽ എടുത്തിട്ട് നമുക്ക് കാട്ടി തന്നിട്ട് പഠിപ്പാട്ടിയത്. ആ ഹദീസ് ഇങ്ങനെ ഇട്ടിക്കട്: സലാസു മുഹ്ലിക്കാത്തിൻ ഷുഹുൻ മുതാഅ് വഹവൻ മുത്തബഅ് വഇഅജാബുൽ മർഇ ബിനഫ്സിഹി. 3 നാശങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കാര്യങ്ങൾ 3 ഇട്ടിക്കട്. ഒന്നാമത്തേത് ഷുഹുൻ മുതാഅ്, ബഖീൽ തന, ലുബ്ദത്ത്, പിട്ടൂസിയാക്കര ചൊല്ലാറല്ലേ, അതേറ്റിക്കട്. ഒരു മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദീനും ദുനിയാവും ആഖിറവും അതുവഴി നാശ ആവുക കാരണമായിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. ചില മനുഷ്യന്മാരിക്കിടാർ അങ്ങനെയുള്ള ഇബാദത്തും ഇതെല്ലാം നല്ല രൂപത്തിലാക്കിടാർ. അതേസമയത്ത് എന്തെങ്കിലും ദീൻ്റെ കാര്യത്തിൽ വേനായിട്ട് ചെലവഴിക്കുക ചെന്നുണ്ടായെങ്കിൽ വിൽക്കുകയുള്ളൂ, അങ്ങനെ കൊടുക്കുക, അങ്ങനെ മനസ്സ് ഒപ്പിടുകയില്ല. കയ്യിൽ 1 ഉറുപ്പ്യ കൊടുക്കണമെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ മെല്ലെ തപ്പാട്ടണമെങ്കിൽ സദസ്സിൽ എന്തെങ്കിലും ഉസ്താദ്മാർ കേൾക്കുമ്പോൾ കളക്ഷൻ ആക്കറെ അല്ലെങ്കിൽ എന്തെങ്കിലും ദീനുവിനായിട്ട് പിരിവെടുക്കറേണ്ട് കൊണ്ടായിട്ടാകുമ്പോൾ മെല്ലെ തടി തപ്പാട്ടണമെങ്കിൽ അവിടെ മുങ്ങൂടെങ്കിൽ കുറേ ആൾമാരുള്ളാർ. അത് നാശത്തുക്ക് കാരണമായിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു: ഇത്തഖു ശുഹാ ഫഇന്ന ശുഹാ അഹ്ലക മൻ കാന ഖബ്ലകും. നിങ്ങൾ ബഖീൽ തര കാട്ടുறது ಭಾರಿ ಜಾಗೃತ ಆಕರು. நீங்கள் ஒரு காரணத்திலும் நீங்கள் എന്താവുತ್ತೀರಾ, ಬಖೀಲ್ ಆಗುತ್ತೀರಾ, ಪಿಟೂಸಿ ಆಗುತ್ತೀರಾ, ಕಂಜೂಸ್ ಆಗುತ್ತೀರಾ. എന്തേ കാരണം ഒന്നുണ്ടാ? അഹ്ലക മൻ ഖബ്ലകും, നിങ്ങളാണ്ടി മുന്നോട്ട് ಬಂದಂಕಿತ್ತೆ ഒരു സമൂഹ ഇവിടെ നശിഞ്ഞു പോകൂ, അങ്ങ് ഹലാക്കായിട്ട് പോകൂ. അങ്ങ് കാട്ടിങ്കത്തെ ബഖീൽ തറ, അങ്ങ് കാട്ടിങ്കത്തെ കഞ്ചൂസ് തറമേ കാരണം ഇടേട്ട് ഹബീബായ നബി തങ്ങൾ പഠിപ്പാട്ടിയത്. മാത്രമല്ല ഹമലഹും അല അൻ സഫകു ദിമാഅഹും, അങ്ങ് ഈ ബഖീൽ തറ കാട്ടിയിട്ട് അങ്ങ് ഈ ഒരു കഞ്ചൂസ് തറ കാട്ടിയിട്ട് അങ്ങ് എന്താക്കിയാർക്കുന്നുണ്ടായെങ്കിൽ പരസ്പര കൊല്ലുകൂ, അപ്പറ കൊന്നിട്ട് ചോര ഒലിപ്പിക്കുകയും പോലും അങ്ങ് തയ്യാറായാറുണ്ടായിട്ടിക്കട് മുൻകാല ആൾമാരെ ചരിത്രം നിങ്ങൾ പഠിപ്പാട്ടെ. കാരണം അങ്ങൾട്ട് എന്തെങ്കിലും സ്വതക്ക് കൊടുക്കുകയോ എന്തെങ്കിലും ചിലവാക്കുകയോ ചെന്നിട്ടാകുമ്പോൾ അങ്ങ് ഗലട്ടാക്കി തുടങ്ങിയാൽ അങ്ങനെ ഗലട്ടാക്കിയിട്ട് ചൊന്ന ആൾമാരെ കൊല്ലുക സമയത്ത് പുറത്താക്കിയിട്ട് ഇത്രമാ ധാരാളം സംഭവങ്ങൾ മുൻകാലത്തിൽ നടന്നുപോയത്. അതെല്ലാം പിട്ടൂസിത്തന ബഖീൽ തനത്തെ കാരണത്തെ കൊണ്ടായിട്ടിക്കട് നടന്നേ. അതുകൊണ്ട് നിങ്ങൾ എന്താക്കറോ, ബഖീൽ തനത്തെ ജാഗ്രത പേടിക്കോറോ ചെന്നിട്ട് നബി തങ്ങൾ പഠിപ്പാട്ടി തന്നെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യരെ, ഒരു ഈമാനുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സെപ്പം വിശാലയിട്ടിക്കട്. ഒന്നിലും അവൻ്റെ മനസ്സെപ്പം കുടുസായിട്ടിക്കില്ല. അത് വേണ്ട ഇത് വേണ്ട ചൊല്ലെങ്കിൽ ഒരു സാഹചര്യ ഈമാനിന്ന മനുഷ്യർ സാധ്യമേ ഇല്ല. ഈമാനിന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബഖീലാവുകയോ ഒരു കാരണവശാലും നെവർ എവർ ഒരിക്കലും സാധ്യമില്ലാണ്ടായിട്ടിക്കട്. കാരണം നബി തങ്ങൾ ചൊന്ന ഹദീസുണ്ട്: ലാ യജ്തമിഉ ശുഹുൻ വ ഈമാനുൻ ഫീ ഖൽബി റജുലിൻ മുസ്ലിമീൻ. ഒരു മുസ്ലിമായ മനുഷ്യരെ കൽബിൽ ബഖീൽ തറവും ഈമാനും രണ്ടും ഒട്ടിക്കല. ഒന്ന് അവന് മൂമിനായിട്ടിന്നുണ്ടായെങ്കിൽ ഒരു കാരണവശാലും അവൻ ബഖീലായിട്ടിക്കല. അവന് ബഖീലായിട്ടിന്നുണ്ടായെങ്കിൽ അവൻ്റെ കൽബിൽ അണുമണി തൂക്ക ഈമാൻ പോലും ഇക്കാലുണ്ടായിട്ടിരിക്കണം നബി തങ്ങൾ പഠിപ്പാട്ടെ. കാരണം ഹൃദയത്തിൽ ഈമാൻ ഇന്നുണ്ടായെങ്കിൽ അവിടെ ബഖീൽ തറ വേണ്ടേയില്ല. അല്ലുണ്ടായെങ്കിൽ ബഖീൽ തറ ഇന്നെങ്കിൽ അവന് ഈമാനില്ല. അവന് ചിലപ്പോൾ നിസ്കരിക്കണമായിട്ടിരിക്കും, അവനെല്ലാ നല്ല നല്ല കാര്യമാക്കണമായിട്ടിരിക്കും. പക്ഷേ അവനക്ക് ലേബൽ എടുത്ത് നോക്കുമ്പോൾ അവന് ഒരിക്കലും ഈമാനികമായ ലേബൽ അവനക്ക് കിട്ടുകയില്ല. കാരണം അവൻ്റെ കൽബിലും ബഖീൽ തന ഇന്നുണ്ടായെങ്കിൽ ഒരിക്കലും ഈമാനും ബഖീൽ തറവും കൽബിൽ ഒരുമിച്ച് കൂടുതലാണ്ടായിട്ടേക്കാണ് നബി തങ്ങൾ പഠിപ്പാറ്റിയോ. മാത്രവുമല്ല നബി തങ്ങൾ പഠിപ്പാറ്റിയ പിന്നൊരു ഹദീസ് നമുക്ക് ഇങ്ങനെ കണ്ട്: മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ല മലക്കാനി യൻസിലാനി. ഒരു നാൾ സുബഹിയായിട്ടാകുമ്പോൾ സുബഹി എല്ലാ നാളും സുബഹി സമയത്തിൽ 2 മലക്ക് ആകാശത്തിൽ നിന്ന് ഭൂമിക്ക് എലിഞ്ഞിട്ട് ബണ്ടാർ. എല്ലാ നാളും 2 മലായിക്കത്ത് ആകാശത്തിൽ നിന്ന് ഭൂമിക്ക് എലിഞ്ഞു വന്നിട്ട് ചൊല്ലാറ്. അതിൽ നിന്നിട്ട് ഒരു മലക്ക് ചൊല്ലു: ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ ആഅതി മുൻഫിഖൻ ഖലഫ. ഒരു മലായിക്കത്ത് ചൊന്നുകൊണ്ടിക്കിട് ദ്വാർന്നുകൊണ്ടിക്കിട്: അല്ലാഹുവേ, ഈ ദുനിയാവിൽ ഏതെല്ലാം മനുഷ്യന്മാരുള്ളാറാ അങ്ങ്
അങ്ങ് സമ്പത്തിനെ ബാക്കി വേനായിട്ട് ദീന് വേനായിട്ട് അങ്ങ് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ബഹീൽ തറ കാട്ടാണ്ട് നല്ല വലിയ വിശാലമായിട്ട് മനസ്സ് കാട്ടുക ആറല്ല മനുഷ്യന്മാർ ഉള്ളാറാ. അള്ളാഹുമ്മ ആയത്തി മുംഫിക്കൻ ഖലഫ, അങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത സമ്പത്ത് ബദലായിട്ട് നീ അതിനാണ്ടി നല്ലത് കൊടുക്കുകൊണ്ടു ആ ഒരു മലായിക്കത്ത് ദ്വാർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നബി തങ്ങൾ ചൊന്തോ. അതേസമയത്ത് പിന്നൊരു മലക്ക് അള്ളാഹുമ്മ ആയത്തി ആ പിന്നൊരു മലക്ക് ദ്വാർക്കട് അള്ളാഹുമ്മ ആയത്തി മുംസിക്കൻ തലഫ, അള്ളാഹുവേ ഈ ദുനിയാവുൽ ബഖീൽ തറ കാട്ടടങ്ങ, കഞ്ചൂസാക്കടങ്ങ, പെട്ടൂസാക്കടങ്ങ, ഒന്നും കൊടുക്കാണ്ട് ഇന്നത് കെട്ടിട്ട് വെക്കര് അങ്ങനെ ഫാമിലി അവൻ്റെ കുടുംബ സ്വന്തം കാര്യമായിട്ട് ജിന്ദാബാദാക്കടങ്ങിത്ത മനുഷ്യന്മാർ അങ്ങ് എത്രയുള്ള ഒത്തു സമ്പത്ത് കെട്ടിവെച്ചിട്ടുണ്ടായെങ്കിലും മലക്ക് ഷാഫ വെച്ചിട്ട് തുറന്നുകൊണ്ടിരിക്കട് അള്ളാഹുമായി തിമ്മംസിക്കൻ തലഫ, അള്ളാഹുവെ ദീനക്ക് വേനായിട്ട് കൊടുക്കാണ്ട്, പാവത്തങ്ക് വേനക്ക് കൊടുക്കാണ്ട്, കുടുംബത്തങ്ക് വേനായിട്ട് കൊടുക്കാണ്ട് എടുത്തു വെച്ചോ ഉണുകു നീ നാശ കൊടുക്കൂണ്ടു മലായിക്കത്ത് ദ്വാരക്കിടേണ്ട വിധങ്ങൾ വെളിപ്പാട്ടിട്ടുണ്ടായെങ്കിൽ ഒരു നാളുക്ക് എല്ലാ നാളും ഈ ഒരു സംഭവം അജണ്ട് മലായിക്കത്ത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കാറ്. സമ്പത്ത് ധാരാളമായിട്ട് നല്ല വിശാല മനസ്സിൽ കൊടുത്തിട്ടുണ്ടായെങ്കിൽ അങ്കെപ്പോഴും മലായിക്കത്ത് ദുആ കിട്ടേ. അതേ സമയത്ത് കൊടുക്കാണ്ട് ബഖീൽ തറാക്കിണ്ടായെങ്കിൽ അങ്ക് എപ്പോഴും മലായിക്കത്തിൻ്റെ ശാപ കിട്ടുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങനെ അങ്ങ് ചൊന്നിട്ടുണ്ടായെങ്കിൽ എൻ്റെ പെരുസത്തെ ഈ സൗണ്ട് കേൾക്കടെല്ലാം മുഅ്മിനാത്തുകളെ ഞങ്ങളെ മനസ്സ് എപ്പോഴും വിശാലാക്കണോ. ഞങ്ങളെ മനസ്സ് എപ്പോഴും വിശാലാക്കിണ്ടായെങ്കിൽ മാത്രമേ ഇട്ടിക്കട് എന്തെങ്കിലും കൊടുക്കൂ മനസ്സ് വേണ്ടേ. ഞങ്ങളെ മനസ്സ് കൊടുസായിട്ട് ഇന്നുണ്ടായെങ്കിൽ ഞങ്ങളെ മനസ്സിൽ ഒരു ഇടുങ്ങിയ രൂപത്തിൽ എന്ന് വന്നിട്ടുണ്ടായെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഉഷാറാവുകയില്ല. ഞങ്ങൾക്ക് റിസ്ക്കിൽ ബറക്കത്തേ കിട്ടില്ല. എപ്പോൾ നോക്കി ടെൻഷനും എപ്പോൾ നോക്കി നാശവും ഞങ്ങൾ വെച്ച് സമ്പത്ത് ഞങ്ങൾ കൂടി വെച്ചിട്ട് ആർക്ക് കൊടുക്കാണ്ട് കൂട്ടി വെച്ചിട്ടുണ്ടായെങ്കിൽ അത് മക്കളെ മറന്നു വേനായിട്ടാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിൽ നാശമായിട്ട് ചിലവായിട്ട് പോകണ്ടല്ലാണ്ട് ആറും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ എടുത്തു പോയ ആറും ഇല്ല. പൈസ എത്ര അട്ടി വെച്ചിട്ടായെങ്കിലും മരിച്ചു പോകുമ്പോൾ 3 തുണി കഫൻ തുണിലല്ലാണ്ട് പോകണമെങ്കിലല്ലേ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എപ്പം ദുആർന്നെങ്കിൽ ഒരു ദുആ ഉണ്ട്, വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബഖൽ, റബ്ബേ നക്ക് ബഖീൽ തറ ബണ്ടതിനെ തൊട്ടു ഞാൻ എന്തും കൊടുക്കാണ്ട് പിട്ടൂസായിട്ട് ഹഞ്ചൂസായിട്ട് നിക്കറെ തൊട്ട് നീ എൻ്റെ കാക്കണേ റബ്ബേട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ധാരാളമായിട്ടും എപ്പം ദുആർന്നു എനിക്കൊരു ദുആ ഏറ്റിക്കട്. അതുകൊണ്ട് എൻ്റെ ദിവസത്തെ മുഅ്മിനീങ്ങളെ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചെങ്കിത്തെ ആൾമാർ സംഭവം നമുക്ക് ചൊല്ലുന്നുണ്ടായെങ്കിലും ഇന്ത്യയാണ് ആ ഭാഗത്ത് കിടക്കാണ്ട് ബഖീൽ ചൊല്ലുണെങ്കിത്തെ സ്വഭാവ അതൊരു നല്ല സ്വഭാവം അല്ലമേ അല്ല. എത്ര ഇബാദത്തിന്നുണ്ടെങ്കിലും എത്ര നിസ്കരിച്ചുകൊണ്ടിരുന്നുണ്ടായെങ്കിലും എത്ര നല്ല സൽക്കർമാക്കിക്കൊണ്ടിരുന്നുണ്ടായെങ്കിലും ബഖീൽ തരണങ്ങൾ കാട്ടിണ്ടായെങ്കിൽ എല്ലാം അവസാനം നിഷ്ഫലമായിട്ട് പോണ്ടെങ്കിൽ ഒരു സാഹചര്യമായിട്ടേക്കട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ആൾമാരും ബഖീൽ തറ കാട്ടാണ്ട് നല്ല ഉയർന്നമായ നല്ല വിശാല മനസ്സുള്ള മുഅ്മിനാത്തുകളിൽ പെടുക ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമർ റഹീമായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുണ്ടെങ്കിൽ ഈ നസീഹത്ത് ഞങ്ങൾക്കും ഈ കേക്കട എല്ലാ ആൾമാർക്കും ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കട അമലുകളുടെ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ല. ഞങ്ങൾ പഠിക്കുന്ന കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങൾക്ക് സഹായിച്ച എല്ലാ ആൾമാർ ചോറ് തന്നങ്ങ ഭക്ഷണം തന്നങ്ങ അതുപോലെ ഞങ്ങളെ പള്ളിക്ക് വേനായിട്ട് സഹായിച്ചങ്ങ ഞങ്ങളെ ദർസ് വേനായിട്ട് സഹായിച്ചങ്ങ അല്ലാഹുവേ എല്ലാ ആൾമാർക്കും നീ ഖൈർ കൊടുക്കണേ അല്ല, സന്തോഷം കൊടുക്കണേ അല്ല, റാഹത്ത് കൊടുക്കണേ അല്ല. ഞങ്ങളെ ജന്മം തന്ന് വളർത്തി വലുതാക്കിയ ഞങ്ങളെ അബ്ബവും മതപഠനങ്ങൾ പഠിപ്പിച്ച് തന്ന ഞങ്ങളെ ഉസ്താദുമാർ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ല. കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ അല്ലാഹു എല്ലാ ആൾമാർക്കും ഖബർ സ്വർഗമാക്കണേ അല്ല. എല്ലാ ആൾമാരെ സുഖലോക സ്വർഗത്തിൽ നിർമ്മിച്ചു കൂട്ടണേ അല്ലാ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.